യെസ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? വരക്കാതെ ചെയ്യണം എന്നാണ്. വരച്ചിട്ട് 3, 5, 7, 8 മാർക്ക് ചെയ്തിട്ട് വെരി ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ പറഞ്ഞത് കോർഡിനേറ്റ് ആക്സിസും വരക്കാതെ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താലും മതി. നേരെ നോക്കിയിരുന്നോളൂ. ആദ്യം നോക്കുക, ഇതില് എക്സുകൾ ഏതൊക്കെ? ഞാൻ ആദ്യം എക്സുകൾ എഴുതി 3, 7 മനസ്സിലാകാൻ വേണ്ടിട്ട് 3ഉം 7ഉം എഴുതി. വൈകൾ ആരൊക്കെയാ? വൈകള് 5ഉം 8ഉം. ക്ലിയർ ആണോ? ഇനി നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വരനെയാണ് നമ്മളെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ എക്സ് ആക്സിൽ 3 ഇവിടെ ഉണ്ടാവും, 4 ഇവിടെ ഉണ്ടാവും, 5 ഇവിടെ ഉണ്ടാവും, 6 ഇവിടെ ഉണ്ടാവും, 7 ഉണ്ടാവും. എക്സ് ആക്സിസിൽ ഉണ്ടാവും ലെഫ്റ്റ് ഉണ്ടാവും, റൈറ്റ് ഉണ്ടാവും. ഏതാ ലെഫ്റ്റ്, ഏതാ റൈറ്റ്? 3 എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? 3 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ്. മനസ്സിലായില്ല? എടാ 3ഉം 7ഉം 3 എവിടെയാണ്? ഇത് എവിടെയാണെന്ന് പറഞ്ഞ 3 എവിടെ ഉണ്ടാവുക? ലെഫ്റ്റ്. 7 എവിടെ ഉണ്ടാവുക? റൈറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. എക്സ് ആക്സിസിൽ എപ്പോഴും ലെഫ്റ്റും റൈറ്റും ഉണ്ടാവുക. അങ്ങനെയല്ല എക്സ് ആക്സിസ് റൈറ്റും ഉണ്ടാവും ലെഫ്റ്റും ഉണ്ടാവും, റൈറ്റും ഉണ്ടാവും ലെഫ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ എഴുതി വെച്ചോളൂ. റൈറ്റിലുള്ളതായിരിക്കും വലുത്, ലെഫ്റ്റിലുള്ളത് ചെറുത്. LKG ലെവലില് 7 ആണോ 3 ആണോ വലുത്? വലുത് റൈറ്റില്. വലുത് കണ്ടോ? റൈറ്റില് കണ്ടോ? 3 എവിടെ ഉണ്ടാവുക? ലെഫ്റ്റില്. ഇനി ടോപ്പും ഉണ്ട് ബോട്ടം ഉണ്ട്. അത് എവിടെ ഉണ്ടാവുക? വൈയിലുണ്ടാവുക. ടോപ്പും ബോട്ടവും അല്ലെ? ഞാൻ ഇപ്പൊ ഇവിടെ അങ്ങനെയാണ് വൈ വരിക. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 5 വരച്ചു, ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8. അങ്ങനെയല്ലേ പോവുക? ആണോ? ഇതന്നെയാണ് ഇതിൽ പ്രശ്നം ഉണ്ടാവുക. 5 ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കും. ഇങ്ങനെ വരക്കാൻ പാടില്ല. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് പോവും. നേരെ മുകളിലേക്കാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതേണ്ടത് ഒന്ന് പറഞ്ഞ. 5 എവിടെ എഴുതുക? 5 ഇവിടെ ഉണ്ടാവുക. 5, 6, 7, 8. ഈ സുന എഴുതരുത് കേട്ടോ. എക്സാമിന് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി നോക്കിക്കോളുണ്ടോ. ഇതില് LKG ലെവല് ക്വസ്റ്റ്യൻ ആണ്. 8 ആണോ ടോപ്പ്, 5 ആണോ ടോപ്പ്? 8 ടോപ്പ്. മനസ്സിലായോ? 8 ആണ് ഇതില് ടോപ്പ്. ഏതാണ് ബോട്ടം? 5 ബോട്ടം. ഇതുവരെ ക്ലിയർ ആണോ? മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു തരികയാണ് സിമ്പിൾ ആയിട്ട്. വലുത് ടോപ്പില്, ബോട്ടത്തിലെന്താ? സ്മോള്, ചെറുത്. വലുത് ടോപ്പില്, ബോട്ടത്തിൽ ചെറുത്. സോ നീ നേരെ നോക്കിക്കോളൂ കേട്ടോ. നേരെ നോക്കിക്കോളൂ. ഇത് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാണ്. നേരെ നോക്കിക്കോളൂ. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഞാൻ ഇങ്ങനെ വരച്ചു. ലെഫ്റ്റ് ബോട്ടം എന്ന് പറഞ്ഞതിൽ എവിടെയാണ്? ലെഫ്റ്റ്. ഇതാണ് ലെഫ്റ്റ് അല്ലെ? ലെഫ്റ്റ് ബോട്ടം എന്ന് പറഞ്ഞാൽ 3, 5. ക്ലിയർ ആണോ? 3, 5 ലെഫ്റ്റ് സൈഡ്. അതല്ലേ ലെഫ്റ്റ് സൈഡ്. ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ. 3, 5. 7, 8 എവിടെ? റൈറ്റ് ടോപ്പ് പറഞ്ഞ എവിടെ? റൈറ്റ് ടോപ്പ് 7, 8. 2 എണ്ണം കിട്ടി. നിങ്ങൾക്ക് മറ്റേ 2ഉം കാണാൻ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞു തന്നിരുന്നു. ഇതെന്താണ് നിങ്ങളൊന്ന് പറഞ്ഞ? 7, 5. ഇത് 7, 5 ആണ്. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി ഒന്നുകൂടി. ഇതെങ്ങനെ? 3, 8. വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. ഇതേപോലത്തെ 2, 3, 4 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും. വേഗം ചെയ്തു നോക്കും.